ദുരിതാശ്വാസ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകണം. എത്ര സഹായം വേണമെന്നും അതിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തണം. ഡിസംബർ 10 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത് 700 കോടി രൂപയെന്ന് വ്യക്തമാക്കി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഈ ഹൈക്കോടതി വയനാട് ദുരന്തം സംബന്ധിച്ച കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഒരു സത്യവാങ്മൂല സമർപ്പണം. 700 കോടി വന്നു, 682 ചെലവാക്കി, ഇനി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കുറച്ച് പണം മാറ്റിവെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ കോടതി പറയുന്നത് കൂടുതൽ വ്യക്തത വേണം എന്നാണ്. എന്തുകൊണ്ട്? കൃഷ്ണരാജ്, എത്ര രൂപയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ ഉള്ളത് എന്ന കണക്കാണ് ഇന്ന് ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് സത്യാമൂലത്തിലൂടെയാണ് ഈ കണക്കുകൾ അറിയിച്ചത്. പക്ഷേ അതിൽ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കണക്കുകളിൽ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് സർക്കാരിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 700 കോടി രൂപയാണ് ഡിസംബർ 10 വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നീക്കിയിരിപ്പായിട്ട് ഉള്ളത്. ഇതിൽ 638 കോടി രൂപയെ മുൻ ധാരണ പ്രകാരം സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും അടിയന്തര സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ 63.53 കോടി രൂപ മാത്രമാണ് ബാക്കിയായിട്ട് ഉണ്ടാകുക. ഇതാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി വ്യക്തത തേടിയത്. അതായത് ഈ കൈവശം പണം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഫണ്ട് ഉണ്ട്, പക്ഷെ അത് വിനിയോഗിക്കാൻ പറ്റില്ല, ഭാവിയിലെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അങ്ങനെയെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം വിശദീകരിക്കണം. പ്രത്യേകിച്ച് കൈവശം പണമുണ്ട് എന്നാൽ അത് വിനിയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ആരാണെങ്കിലും പണം നൽകാൻ തയ്യാറാകില്ല, അധിക സഹായം നൽകാൻ തയ്യാറാകില്ല എന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 632 കോടി രൂപ അത് മുൻ ആവശ്യങ്ങൾക്ക് സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം വിനിയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് എത്ര രൂപ ഇനി വിനിയോഗിക്കാനുണ്ട്, ഇനി എത്ര രൂപ ആവശ്യമുണ്ട്, ഒപ്പം തന്നെ വയനാടിന് വേണ്ടിയിട്ട് അധിക സഹായം എത്ര രൂപയാണ് വേണ്ടത്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് കണക്കായിട്ട് ഇനി. അതായത് രേഷ്മ, തന്നില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കാതെ കൃത്യമായി എത്രയാണ് വേണ്ടത്, ആവശ്യം എന്താണ്, ആവശ്യകത എന്താണ്, അത് ബോധ്യപ്പെടുത്തൂ എന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറയുന്നത്. അതെ കൃഷ്ണരാജ്, കാരണം 700 കോടി രൂപ അക്കൗണ്ടിൽ ഉണ്ട് എങ്കിലും അത് വിനിയോഗിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. ഈ 632 കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്ക് അലോട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 61 കോടി രൂപ മാത്രമേ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ടിൽ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനോട് സഹായം ആവശ്യപ്പെടുമ്പോൾ ഈ 700 കോടി രൂപ കൈവശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിന് പണം അനുവദിക്കുന്നതിൽ ചട്ടപ്രകാരമുള്ള നടപടികൾ നോക്കേണ്ടി വരും. അപ്പോൾ കോടതി ആ ഒരു കാര്യത്തിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത്. 700 കയ്യിലുണ്ട് എങ്കിൽ ബാക്കി 632 കോടി രൂപ ഏത് വിധത്തിൽ വിനിയോഗിക്കേണ്ടതാണ്, ആ സർക്കാർ ഉത്തരവുകൾ ഏത് പ്രകാരമുള്ളതാണ്, ഒപ്പം തന്നെ ഇനി ഫണ്ട് ലഭ്യമല്ല, പക്ഷേ ഈ അധിക സഹായം ഈ ഇത്ര രൂപയ്ക്ക് വേണം, ഇത്ര രൂപ ഫണ്ട് ഇനത്തിൽ വേണമെന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തിന് കൂടി വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയെ കൊണ്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് നൽകണം എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കണക്കുകൾ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയും വേണം. കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച് കണക്കുകൾ നൽകുന്ന സമയത്ത് ഈ അധിക സഹായം എത്ര വേണമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന അതേ സമയം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് നൽകാമെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കേന്ദ്രവുമായിട്ടും സംസ്ഥാന സർക്കാരുമായിട്ടും ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഹൈക്കോടതി നിലകൊള്ളുന്നതെന്നും ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കണക്കുകൾ കൃത്യത വരുത്തുന്നതിനൊപ്പം തന്നെയായിരിക്കും ഈ അധിക സഹായം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കേസ് ഹൈക്കോടതി 18ലേക്ക് മാറ്റിയിരിക്കുകയാണ്. SDRF ഫണ്ട് സംബന്ധിച്ചുള്ള കണക്കുകളിലെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കണക്കുകൾ കൃത്യമല്ലാത്തതിന്റെ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വീണ്ടും ഈ കേസ് മാറ്റിയിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, മറിച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകണമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റ് ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് വാക്കാൽ മാത്രമാണ് ഹൈക്കോടതിയിൽ സർക്കാർ പറയുന്നത്. അത് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് വിധത്തിൽ, അത് ഏത് കാലഘട്ടത്തിൽ കൊടുക്കാനുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു
വ്യക്തത സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ കൃത്യമായിട്ട് ക്രോഡീകരിച്ച് ഹൈക്കോടതിയിൽ നൽകാനായിട്ട് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന് കൂടി വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയെ കൊണ്ട് യൂട്ടിലൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്നത് സാക്ഷ്യപ്പെടുത്തി ആ സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കുകയും വേണം. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വയനാടിന് എത്ര രൂപ വേണം അധിക സഹായം എന്നുള്ള രീതിയിൽ കണക്കാക്കാനായിട്ട് കേന്ദ്രത്തിനായാലും സാധിക്കൂ. എന്തായാലും അത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാമെന്ന് ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, ദുരന്ത നിവാരണ ഫണ്ടിന്മേൽ ഹൈക്കോടതിയിൽ കണക്ക് നിരത്തുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയം അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ 62 കോടി നീക്കിയിരിപ്പുണ്ടെന്ന് പറയുന്നു. പക്ഷേ കണക്കുകളിൽ വ്യക്തത വേണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ആവശ്യം എന്താണ്, ആവശ്യകത എന്താണ് എന്ന് വ്യക്തമാക്കൂ എന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് പറയുകയാണ്.